അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിലേക്ക് നമ്മളൊക്കെ കടന്നെത്തിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം പേമാരി വർഷമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ അസുലഭമായൊരു മുഹൂർത്തമാണ്. മാസങ്ങളുടെ നേതാവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാസത്തിൽ ആരാധനകൾ കൊണ്ട് ഉടമസ്ഥനായ തമ്പുരാന്റെ ഏറ്റവും നല്ലൊരു അടിമയായി മാറാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു എന്നത്. കാരുണ്യം വളരെ പ്രധാനമായും അള്ളാഹു തൻ്റെ അടിമകളിലേക്ക് ഒഴുക്കുകയാണ് ഈ വിശുദ്ധമായ റമദാനിൽ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാത്തിനേക്കാളും മുകളിലാണ്. ശിക്ഷയുണ്ടാകും സ്വാഭാവികം തെറ്റുകൾ ചെയ്യുന്നവരോട്. പക്ഷേ ആ ശിക്ഷയെ പോലും മറികടക്കുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയത്. എൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും ഉപരി മുകളിൽ നിൽക്കുന്നതാണ് എന്ന്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വെച്ച് ഒരു ഗ്രാമീണനായ മനുഷ്യൻ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: അള്ളാഹുവെ, എനിക്കും എൻ്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നീ കരുണ ചെയ്യണമേ, മറ്റാർക്കും നീ കരുണ ചെയ്യരുതേ എന്ന്. ഈ വാക്ക് കേട്ടപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു: അല്ലയോ സഹോദര, അത്രമേൽ വിശാലമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ നിങ്ങൾ അങ്ങ് ഒതുക്കിക്കളഞ്ഞല്ലോ എന്ന്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആ മനുഷ്യനെ പഠിപ്പിക്കുകയായിരുന്നു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സൂചന കൂടി ആ വാക്കിലുണ്ട്: അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത്രമേൽ വിശാലമാണ് എന്ന്. ഒരു മനുഷ്യൻ എത്രമേൽ തെറ്റുകൾ ചെയ്താലും തൻ്റെ രക്ഷിതാവിനെ തിരിച്ചറിയുന്ന പക്ഷം രക്ഷിതാവിലേക്ക് തിരിഞ്ഞു നടക്കാൻ ഒട്ടും മടി കാണിക്കേണ്ടതില്ല എന്നും, അമാന്തം കാണിക്കാതെ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, സ്വന്തം ശരീരങ്ങളോട് അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും വലിയ അപകടകരമായ തെറ്റുകളിലൂടെ കടന്നുപോകാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യ, നിന്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ കാരുണ്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരൂ എന്ന് പരിശുദ്ധ ഖുർആൻ വിളിക്കുന്നുണ്ട്. റമദാൻ ഈ അനുഗ്രഹം നമുക്ക് ഒരുപാട് തവണ പറഞ്ഞു തരുന്നുണ്ട്. ഈ കാരുണ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ് നല്ലവനാകാൻ സാധിച്ചാൽ തൻ്റെ സഹജീവികളോട്, മറ്റുള്ള മനുഷ്യരോടൊക്കെ ഏറ്റവും നല്ല പെരുമാറ്റം അവന് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനൊക്കെ പറ്റുമെന്ന ഓർമ്മപ്പെടുത്തലാണ് റമദാനിൻ്റെ നോമ്പിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, രാത്രി നിസ്കാരങ്ങളിലൂടെ, മറ്റനേകം സുഹൃതങ്ങളിലൂടെ സാധ്യമാക്കുന്നത്. അവസരം നിങ്ങളെ കാത്തിരിക്കുകയാണ്, ഉപയോഗപ്പെടുത്തണമേ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ നിമിഷം എന്നോടും നിങ്ങളോടും നൽകാനുള്ളത്. എല്ലാവരോടും പ്രാർത്ഥനാ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.